അപ്പോൾ അമൽ തെന്നപ്പറമ്പിലും അനൂപ് ദാസും വിവരങ്ങളുമായിട്ടുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടി ആസ്ഥാനം ഇവിടെ ആയതുകൊണ്ട് തന്നെ അമലിലേക്ക് തന്നെ ആദ്യം പോകാം. അമൽ, പട നയിച്ചവൻ നാട് നയിക്കും എന്നതായിരുന്നു ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് തൊടുപുഴയിലൊക്കെ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സിൽ പറയുന്നത്. നാട് നയിക്കാൻ വരുമോ? വി ഡി സതീശന്റെ കാര്യത്തിൽ വി ഡി സതീശൻ പറഞ്ഞ 100+ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ 1 ഡസൻ മന്ത്രിമാരെ തോൽപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞതും യാഥാർത്ഥ്യമായിരിക്കുന്നു. അങ്ങനെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ടീം UDF എന്ന് പറയുന്ന സംവിധാനവുമായി മുന്നോട്ട് പോയത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നിൽക്കുന്നത് പാർട്ടി ആസ്ഥാനത്തല്ല, ഇന്ദിരാഭവനിലല്ല. എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്നത് കണ്ടോൺമെന്റ് ഹൗസാണ്. കണ്ടോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഒരുപാട് രാത്രി വൈകിയാണ് ഇവിടേക്ക് എത്തിയത്. അതിനാൽ തന്നെ രാവിലെ ഉള്ള സാധാരണ ഒരു നടപ്പൊക്കെ ഉണ്ട്. ഇന്ന് ആ നടപ്പില്ല. അല്ലെങ്കിൽ പ്രതികരണം തേടാമായിരുന്നു. ഇനിയിപ്പോൾ ഈ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്ക് ഒരു യാത്ര ഉണ്ടാകുമോ, ഈ വീട് മാറ്റം ഇത് ക്ലിഫ് ഹൗസിലേക്ക് ആകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മുന്നണിയെ കൂട്ടായി മുന്നോട്ട് നയിച്ചു. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഷാർപ്പായുള്ള ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വി ഡിയെ സംബന്ധിച്ചിടത്തോളം വി ഡിക്കുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ ഉയർന്നു വന്ന വിഷയങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുമായി നേർക്ക് നേരൊരു പോര് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സാധാരണ നിലയിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സമീപനത്തിനപ്പുറത്തേക്കുള്ള ഇടപെടലുകളും അതോടൊപ്പം തന്നെ ഒരു രീതിയുമാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിണറായി വിജയൻ UDFനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതേ നിലപാട് തന്നെ തിരിച്ച് അതേ അറ്റാക്ക് തന്നെ തിരിച്ചും UDF ക്യാമ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിയമസഭയിലാണെങ്കിലും പലവട്ടം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല സർക്കാരിന് എതിരെയുള്ള ക്യാമ്പയിനുകൾ ഈ വി ഡി സതീശൻ പറഞ്ഞു വെച്ച 100+ എന്നുള്ള ഒരു സാധനം മാത്രമല്ല, വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വിസ്മയങ്ങൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ ഫലം വരുമ്പോൾ നമ്മൾ കാണേണ്ടത്. അതിൽ ഒന്നാമത്തെ ഇടപെടുകയാണ്. ഈ വിസ്മയങ്ങളെല്ലാം ഉണ്ടായി, പറഞ്ഞതൊക്കെ ശരിയാണ്. രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വന്നില്ല, പറഞ്ഞ വാക്ക് കൃത്യമായി അത് അങ്ങനെ തന്നെ ഉണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ ഈ ഫ്ലെക്സ് വിവാദത്തിന് ഒരന്തമില്ലല്ലോ ദിവിഷേ. അടുത്ത ഫ്ലക്സ് പ്രത്യക്ഷപ്പെടുന്നത് കൊല്ലത്താണ്, തിരുവനന്തപുരത്തിന് പിന്നാലെ. അതെ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. കാരണം ഇത് ആർക്ക് വേണ്ടിയുള്ള ഫ്ലക്സ് ആണ്? ഇത് KC വേണുഗോപാലിന് വേണ്ടിയുള്ള ഫ്ലെക്സാണ്. ജയിച്ചവൻ നയിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഫ്ലെക്സിലെ പരാമർശം. അതിൽ ഇന്നലെ രാത്രിയാണ് കൊല്ലം DCCയുടെ മുൻപിൽ അതുപോലെ തന്നെ കളക്ടറേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 15ഓളം സ്ഥലത്താണ് KC അനുകൂലികൾ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നലെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് KCക്ക് വേണ്ടിയുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കൊല്ലം ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാര്യം വലിയ മുന്നേറ്റം, വലിയ ഒരു വിജയം നേടിയതാണ്. അതിനുശേഷമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു തർക്കത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയിരിക്കുന്നത്. ശരി കണ്ണൻ, ഈ നയിച്ചവൻ നായകൻ, നയിക്കുന്നവരെയാണല്ലോ നമ്മൾ നായകൻ എന്ന് വിളിക്കുന്നത്. ഒരു പൊതു തത്വം പറഞ്ഞതായിരിക്കും അല്ലേ? നയിച്ചവൻ നായകൻ, പട നയിച്ചവൻ നാട് നയിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള 2-3 ദിവസങ്ങൾ നമ്മൾ പോസ്റ്ററുകൾ ഒരുപാട് കാണേണ്ടി വരുമെന്നാണ്. അപ്പോൾ എറണാകുളത്ത് എന്താണ് സ്ഥിതി എന്ന് എറണാകുളത്തുനിന്ന് മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞതാണ്. വലിയ എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായാൽ കൊള്ളാം എന്ന് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. ഈ വലിയ കണ്ടത് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയധികം ഫ്ലെക്സുകളും ബോർഡുകളും ഉയർന്നിട്ടുണ്ട്. അനൂപ് ദാസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അനൂപ് ദാസ്, ഈ ഫ്ലെക്സ് വിവാദത്തെ കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണൻ നായർ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ ഫ്ലെക്സിന് പിന്നാലെ ആദ്യം എറണാകുളം ഓഫീസിന്റെ മുന്നിൽ ഉണ്ടായി, അതിനുശേഷം ഇപ്പൊ തിരുവനന്തപുരത്തെ ഫ്ലെക്സ്. ഇനിയിപ്പോ ഈ കൊച്ചിയിൽ എന്താ അവസ്ഥ? ഏതെങ്കിലും ഫ്ലെക്സുകളൊക്കെ വന്നിട്ടുണ്ടോ? ആരെങ്കിലും അനുകൂലികൾ? ആരാണ് അവരെ നയിക്കേണ്ടത്? അത് ആരാണ് അവരെ നയിക്കേണ്ടത്? കൊച്ചിയിൽ ഇപ്പോൾ ഫ്ലെക്സുകളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. നേരത്തെ 2-3 ദിവസങ്ങൾക്ക് മുൻപേ തുടർച്ചയായി പലയിടങ്ങളിൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഫ്ലെക്സുകൾ കാണുന്നത് നമ്മൾ ഇവിടെ കൊച്ചിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് തന്നെ കാക്കനാട് ഒരു വലിയ ഫ്ലെക്സ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് വി ഡി സതീശൻ്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു വലിയ ഫ്ലെക്സ് ആയിരുന്നു. വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള ചിലർ എറണാകുളത്തുണ്ട് എങ്കിലും ഭൂരിപക്ഷം ഇവിടുത്തെ MLA-മാരിൽ ഒരു വലിയ വിഭാഗം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടുകാരല്ല. ഷിയാസ് ഉൾപ്പെടെയുള്ളവരാണ് സതീശനൊപ്പമുള്ളത്. മറ്റു പലർക്കും സീറ്റ് വാങ്ങിക്കൊടുത്തതും അതല്ലെങ്കിൽ മറ്റിടപെടൽ നടത്തിയതുമൊക്കെ KC വേണുഗോപാലാണ്. അതല്ലെങ്കിൽ ചെന്നിത്തലയോട് സ്നേഹമുള്ള ആളുകളുണ്ട്. അപ്പോൾ
എല്ലാവർക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് പറഞ്ഞു കേൾക്കുന്ന 3 പേർക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ ഇവിടെയുണ്ട്. MLA-മാരുടെ കണക്കെടുത്താൽ സംസ്ഥാനത്താകമാനം KC വേണുഗോപാലിനൊരു മുൻതൂക്കം ലഭിക്കാൻ സാധ്യതയുള്ളത് പോലെ തന്നെ ഇവിടെ എറണാകുളത്തും അതിനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ VD സതീശനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ എണ്ണത്തിലെ ഒരു പിന്തുണ എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്താകമാനം തകർന്നു കിടന്നിരുന്ന UDF-നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൻ്റെ ഒരു വലിയ വികാരം പ്രവർത്തകർക്കിടയിലുണ്ട്. അത് എറണാകുളത്തെ പ്രവർത്തകർക്കിടയിൽ നമുക്ക് സജീവമായി കാണാൻ കഴിയുന്ന കാര്യമാണ്. ആകെ തകർന്നില്ലാതായി പോയ UDF സംവിധാനം 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു. 10 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയുമോ എന്ന ഒരു പേടിയൊക്കെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് അത് ഉജ്ജ്വലമാക്കി ഗംഭീരമാക്കി 100-ൽ കൂടുതൽ നേടുമെന്ന് പറഞ്ഞ് അത് നേടിത്തന്ന നേതാവ് എന്ന പ്രതിച്ഛായ എറണാകുളത്താകമാനം നമുക്ക് ഈ VD സതീശനിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് എടുത്തു പറയാനുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഷിയാസ് മാത്രമേ കാര്യമായി ഇവിടെ ഉള്ളൂ എന്നതാണ് പ്രശ്നം.